ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ക്വാളിറ്റി. ഏത് എഞ്ചിനീയറിനെയോ വാസ്തു വിദഗ്ധനെയോ നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചോ, നിങ്ങൾ ഉറപ്പായും ഈ വീട് വാങ്ങിക്കും. 6 സെന്റിൽ 2800 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ കിഴക്ക് ദർശനം തന്നെ കൊടുത്തുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു അടിപൊളി 5 BHK വീടിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് മഞ്ചാടിയിൽ സുപ്രീം ബിൽഡ് ക്വാളിറ്റിയിൽ മുട്ടായി പോലെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു 5 BHK വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമേ പറഞ്ഞതുപോലെ കിഴക്ക് ദർശനത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസ് കൊടുത്തുള്ള ഈ ഒരു വീടിനുള്ളിൽ ആകെ മൊത്തം 5 ബെഡ്റൂംസും 5 അറ്റാച്ച്ഡ് ബാത്റൂംസും അതിന് പുറമെ ഒരു കോമൺ ബാത്റൂം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. 6 സെന്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഫുള്ളി ഇന്റർലോക്ഡ് ആയ മുറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെ വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയി കിണർ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ പൈപ്പ് ലൈൻ കണക്ഷൻ അവൈലബിൾ ആണ്. എപ്പോഴും KSRTC ബസ്സുകൾ കടന്നു പോകുന്ന തച്ചോട്ടുകാവ് അന്തിയൂർക്കോണം മെയിൻ റോഡിൽ നിന്നും വെറും ഒരു 30 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. ഈ മെയിൻ റോഡിലേക്ക് നടന്നു കയറിയാൽ തന്നെ അവിടെ റേഷൻ കടയും മറ്റ് അത്യാവശ്യ സാധനങ്ങളൊക്കെ ലഭിക്കുന്ന കടകളും ഒക്കെ തന്നെ ഉണ്ട്. മുറ്റത്ത് തന്നെ ഒരു കാർ പോർച്ചും വലിയൊരു സിറ്റ് ഔട്ട് ഏരിയയും കൊടുത്തിരിക്കുകയാണ്. കാർ പോർച്ചിൽ ഉൾപ്പെടെ 3 വലിയ കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്കിംഗ് ചെയ്യുന്ന ഒരു സ്പേസ് തന്നെ മുറ്റത്ത് ലഭിക്കുന്നുണ്ട്. കാണുന്നത് പോലെ സിറ്റ് ഔട്ടിലെ വോൾസ് മുഴുവനായും തേക്ക് തടി കൊണ്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല വീടിനുള്ളിലെ എല്ലാതരം വുഡ് വർക്സിനും തേക്ക് പ്ലാവ് തടികൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ ഹോളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് സ്പേസുകളായി തന്നെ ചെയ്തിട്ടുണ്ട്. 2800 സ്ക്വയർ ഫീറ്റിലെ വളരെ വിശാലമായ ഒരു വീടായതുകൊണ്ട് തന്നെ വീടിനുള്ളിലെ എല്ലാ സ്പേസസും തികച്ച സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലാകെ മൊത്തം ഒരു ലിവിംഗ് സ്പേസും ഒരു ഡൈനിങ് സ്പേസും 2 ബെഡ്റൂംസ് 2 അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒരു കോമൺ ബാത്റൂമും ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ലിവിംഗ് സ്പേസിന്റെ സിറ്റിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പുറമെ ഒരു ഓപ്പൺ ഹോൾ ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വീടിനുള്ളിൽ കുറച്ചുകൂടെ പ്രൈവസി നമുക്ക് ലഭിക്കും. TV യൂണിറ്റിനും ഫോൾ സീലിംഗ് ഡിസൈനിങ്ങിനെ ഒക്കെ പറ്റി ഒന്നും പറയാനില്ല. എല്ലാം പ്രീമിയം ക്ലാസ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. വീടിന് 3 ഫേസ് പവർ സപ്ലൈ കണക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. DBയിലേക്ക് നോക്കിയാൽ ഹാവൽസിന്റെ വീഗാർഡിന്റെ മെറ്റീരിയൽസ് ആണ് ഇലക്ട്രിക്കൽ റെസ്റ്റിനായി യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ കഴിയും. ഇനി ഈ സൈഡിലേക്ക് വന്നാൽ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുള്ള സെപ്പറേറ്റ് ആയ ഡൈനിങ് സ്പേസ് ഏരിയയിലേക്ക് വരാൻ കഴിയും. ഇവിടെ കൊടുത്തിരിക്കുന്ന പാർട്ടീഷൻ നമുക്ക് ചെറിയ ഷോക്കേസിംഗ് ഓപ്ഷനാക്കി യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അകത്തേക്ക് വരുമ്പോഴേക്കും വലിയൊരു 10 സീറ്റ് ഡൈനിങ് ടേബിളിൽ വളരെ ഈസിയായി പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ പ്രൊവൈഡഡ് ആണ്. ഏകദേശം 10x8 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് നോക്കിയാൽ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു സ്പേസ് ആണ്. കാണുന്നത് പോലെ രാവിലെയൊക്കെ മാക്സിമം നാച്ചുറൽ ലൈറ്റിനെ വീടിനുള്ളിലേക്ക് ലഭിക്കുന്നുണ്ട്. സൈഡിലായിട്ട് കബോർഡ് വർക്സും മറ്റ് ഇന്റീരിയർ വർക്സും ഒക്കെ കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ഇവിടെ തന്നെ സ്റ്റെയർകേസിയുടെ ഭാഗത്തായിട്ടാണ് വാഷിംഗ് ഏരിയ വരുന്നത്. വളരെ സിമ്പിളും എലിഗന്റും ആയിട്ടാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5 ഫിറ്റിംഗ്സിനും വാഷ് ബേസിനുമായൊക്കെ ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ ആകമൊത്തം 5 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ ഒരു വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസും കൊടുത്തിട്ടുണ്ട്. എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഈ 2 ബെഡ്റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂംസ് അവൈലബിൾ ആണ്. ഇതുകൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കോമൺ ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസും ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. എല്ലാ ബെഡ്റൂംസും സിമിലർ സൈസിലും സിമിലർ സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം 14x12 ഫീറ്റ് ഡയമെൻഷനാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. വാർഡ്രോബിലേക്ക് നോക്കിയാലും ഇവിടെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കസ്റ്റം ഹാങ്ങിങ് ഓപ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ബാത്റൂംസും എല്ലാം തന്നെ സ്ലീക്ക് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം ലുക്കിംഗ് ഫ്ലാറ്റ് കളേഴ്സിലുള്ള വോൾട്ടേഴ്സും ഫ്ലോർട്ടേഴ്സും എല്ലാത്തരം മോഡേൺ അമ്യൂണിറ്റീസും ബാത്റൂംസിൽ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തരം പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിക്സസിനും സെറയുടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. കളേഴ്സിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഇന്റീരിയർ വർക്സും മറ്റ് ഫീച്ചേഴ്സും ഒക്കെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിന് സിമിലർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂം ഏകദേശം 12x10 ഫീറ്റ് ഡയമെൻഷനിലാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ആയാലും സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഫ്ലോറൽ കളർ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വീടിനുള്ളിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവായ പ്രീമിയം ലുക്കിംഗ് മോഡേൺ ഓപ്പൺ കിച്ചണിലേക്കാണ് പോകുന്നത്. എൻട്രൻസിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോ സെർവിംഗ് ടേബിളോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് പ്രൊവൈഡർ ആണ്. ഇത് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ വിശാലമായ ഒരു കിച്ചൺ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. താഴെ മുകളിലുമായി ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലക്ഷറി ലുക്ക് മൊത്തം ഈ ഫോൾ സീലിംഗ് ഡിസൈനിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബ്, 2 സിങ്കുകളും സ്മോക്ക് എക്സോസ്റ്റിനുള്ള ചിമ്മിനിയും ടോൾ യൂണിറ്റ് തുടങ്ങി ഒരുപാട് മോഡൽ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള കബോർഡ് വർക്സ് ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. തികച്ച സ്പേഷ്യസും എലിഗന്റുമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ബാക്ക് യാർഡ് ഏരിയയിലേക്കാണ്. ഈ ഒരു സ്പേസ് മുഴുവനായും ഇന്റർലോക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നനകല്ലും വാഷിംഗ് ഏരിയയും LPG സിലിണ്ടേഴ്സ് ഒക്കെ വെക്കാനുള്ള കേജസും ഒക്കെ തന്നെ കാണാൻ കഴിയും. ഇത് കൂടാതെ സൈഡിലായിട്ടാണ് വീടിന്റെ ആ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ ലിവിംഗ് സ്പേസിലേക്ക് പോകുന്ന ഈ ഒരു സ്പേസും തീർത്തും അട്രാക്റ്റീവ് ആയി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. വുഡൻ ഹാൻഡ് റെയിൽസും സൈഡ് വാൾസിലേക്ക് കൊടുത്തിരിക്കുന്ന ടെക്സ്ചർ പെയിന്റിംഗും ഒക്കെ തന്നെ ആ ഒരു ലക്ഷറി ലുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് പുറത്ത് കൊടുത്തിരിക്കുന്ന ഓപ്പൺ സ്പേസിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ വളരെ വിശാലമായ ലിവിംഗ് സ്പേസ് ഏരിയ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു സൈഡിലെ തന്നെ ഒരു സെക്കൻഡറി TV യൂണിറ്റും അതിനോട് ചേർന്നതിന് ഒരു കബോർഡ് വർക്കോ കമ്പ്യൂട്ടർ ടേബിൾ ആക്കി യൂസ് ചെയ്യാൻ ഒരു ഷെൽഫ് അവൈലബിൾ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ആ ഒരു വൈറ്റ് ആൻഡ് വോം കളർ തീമിൽ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്സും ഇന്റീരിയർ വർക്സും ഒക്കെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും ചെയ്തിട്ടുള്ളത്. ഇവിടെ ആകമൊത്തം ഒരു ലിവിംഗ് സ്പേസും 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസും വളരെ വിശാലമായ ഒരു ബാൽക്കണിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന് ആദ്യത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. 3 ബെഡ്റൂംസും ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ബെഡ്റൂംസിനെ വളരെ സിമിലർ ആയി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ജനറൽ ഡീറ്റെയിൽസിനും ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് മഞ്ചാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. തച്ചോട്ടുകാവ് അന്തിയൂർക്കോണം മെയിൻ റോഡ്
സ്കൂളിൽ നിന്നും വെറും ഒരു 30 മീറ്റർ മാത്രമേ ഈ വീടിലേക്കുള്ളൂ. അവിടെ തന്നെ നടക്കാവുന്ന ദൂരത്ത് ബസ് സ്റ്റോപ്പും മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. പൂർണ്ണമായും വാസ്തുപരമായി കിഴക്ക് ദർശനം കൊടുത്തുകൊണ്ട് 5 ബെഡ്റൂംസും 5 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു കോമൺ ബാത്റൂം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 6 സെന്റിൽ 2800 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ വളരെ വിശാലമായി നിർമ്മിച്ച ഈ ഒരു വീടിന് 3 കാറുകൾ പാർക്കിംഗ് ചെയ്യുന്ന സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ വാട്ടർ സോഴ്സായി കിണറും പൈപ്പ് ലൈൻ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിക്സേഴ്സിനും എല്ലാം ജാഗ്വാറിന്റെയും സെറയുടെയും മെറ്റീരിയൽസും, വുഡ് വർക്സിനെല്ലാം തേക്കും പ്ലാവും, ഇലക്ട്രിക്കൽ വർക്സിനാക്കിയ ഹാവൽസിന്റെ വീഗാർഡിന്റെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മഞ്ചാടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് തിരുവനന്തപുരം സെന്ററിൽ നിന്നും 11 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 14 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. രാത്രിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ തമ്പാനൂരും 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ എയർപോർട്ടിലും ഒക്കെ എത്താൻ കഴിയും കേട്ടോ. അതുപോലെ സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആയതുകൊണ്ട് ഒരു ഫാമിലിക്ക് എന്തുകൊണ്ടും പീസ്ഫുൾ ആയി താമസിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ്. ടെറസ് ഫ്ലോറിലായാലും വളരെ വലിയൊരു പാർട്ടി സ്പേസ് ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയ നാച്ചുറൽ ലൊക്കേഷൻ ആണ്. എപ്പോഴും കാറ്റൊക്കെ ലഭിക്കുന്ന, നോയ്സോ പൊല്യൂഷൻസോ ഒന്നും ഇല്ലാതെ വളരെ സമാധാനമായി താമസിക്കും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കും തിരുവനന്തപുരത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കും വളരെ ഈസി ആയി തന്നെ ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ്. ഇത്രയും എഫിഷ്യന്റ് ആയി സുപ്രീം ബിൽഡ് ക്വാളിറ്റിയിൽ പ്രീമിയം ലക്ഷറി ലുക്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു 2800 സ്ക്വയർ ഫീറ്റിലെ 5 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 1,30,00,000 രൂപ മാത്രമാണ്. ഈ സ്ലൈറ്റ്ലി നെഗോഷ്യബിളും കൂടെയാണ് കേട്ടോ. ഇതിൽ 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീഡിയോ വിസിറ്റ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസിനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ ഞങ്ങളിലൂടെ പരസ്യം ചെയ്ത് വിൽക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോ. കൂടുതൽ വീഡിയോസ് ഒക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്